Hi friends, welcome to English Mithra. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ റാൻഡം ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് വളരെ റാൻഡമായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നു എന്നല്ല, റാൻഡമായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് പല പല സിറ്റുവേഷൻസിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണിത്. അപ്പം സെൻറ്റൻസ് ഇതാണ്: സാധാരണഗതിയിൽ ഈ സമയത്ത് ഇതിനേക്കാൾ കൂടുതലും തിരക്കാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ഒന്നുമല്ല, പക്ഷേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. സാധാരണ ഈ സമയത്ത് ഇവിടെ ഇതിലും കൂടുതൽ തിരക്കാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഓക്കെ, ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. നമുക്ക് ഇങ്ങനെ പറയാം: ഡ്യൂറിങ് ദിസ് ടൈം ഇറ്റ്സ് യൂഷ്വലി മോർ ക്രൗഡഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രൗഡഡ് എന്ന വാക്ക് യൂസ് ചെയ്തത് തിരക്ക് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യൂഷ്വലി എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും, ഡ്യൂറിങ് ദിസ് ടൈം എന്നുള്ളത് ഈ സമയത്ത് എന്നുള്ള രീതിയിലുമാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസിനെ ഇങ്ങനത്തെ ഫ്രേസസ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെൻറ്റൻസ് നമ്മൾ അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും കട്ട് ചെയ്ത് സെൻറ്റൻസസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൻ ഈ ഇമെയിൽ മറ്റുള്ളവർക്ക് ഉറക്കെ വായിച്ചു കൊടുത്തു. അവൻ ഈ ഇമെയിൽ മറ്റുള്ളവർക്ക് ഉറക്കെ വായിച്ചു കൊടുത്തു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? സോ യു ക്യാൻ ട്രാൻസ്ലേറ്റ് ദ സെൻറ്റൻസ് ആസ് ഹീ റെഡ് ദ ഇമെയിൽ അലൗഡ് ടു അതേഴ്സ്. ഓക്കെ, ഇവിടെ ഉറക്കെ എന്നുള്ള അർത്ഥത്തിലാണ് അലൗഡ് എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ശബ്ദം അല്ലെങ്കിൽ കൂടുതൽ ശബ്ദം എന്നുള്ളതിന് നമ്മൾ ലൗഡ് എന്ന് പറയുമ്പോൾ ഉറക്കെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അലൗഡ് എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഇമെയിൽ അവൻ ഉറക്കെ വായിച്ചു എന്നുള്ളതിന് നമുക്കിങ്ങനെ പറയാം: ഹീ റെഡ് ദ ഇമെയിൽ അലൗഡ് ടു അതേഴ്സ്. മറ്റുള്ളവർക്കായിട്ട് ഉറക്കെ അവൻ ഈ ഇമെയിൽ വായിച്ചു. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. നീ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയാണ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ ഫാമിലിയിലുള്ളവരുടെ അടുത്തും അവർ ദേഷ്യപ്പെടുകയാണെങ്കിൽ നീ വെറുതെ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? നിങ്ങൾ ആദ്യം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ച് നോക്കൂ. നീ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഓക്കെ, ഇനി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. യു ആർ അൺനെസസറിലി ഗെറ്റിംഗ് ആംഗ്രി എന്ന് വെച്ചാൽ നീ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുകയാണ്. യു ആർ അൺനെസസറിലി ഗെറ്റിംഗ് ആംഗ്രി. ഇനി ഇതുപോലത്തെ മറ്റൊരു സെൻറ്റൻസ് ആണ്: നിനക്ക് ആവശ്യമുള്ളപ്പോൾ എന്നോട് ചോദിക്കുക. നിനക്ക് ആവശ്യമുള്ളപ്പോൾ എന്നോട് ചോദിക്കുക. ഇതും നമ്മൾ ഡെയിലി ലൈഫിൽ കാഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം? നിങ്ങൾ ആദ്യം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. നിനക്ക് ആവശ്യമുള്ളപ്പോൾ എന്നോട് ചോദിക്കുക. ഓക്കെ, ഇനി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. നിനക്ക് ആവശ്യമുള്ളപ്പോൾ എന്നോട് ചോദിക്കുക എന്നുള്ളത് ആസ്ക് മീ വെൻ യു നീഡ് ഇറ്റ്. ഓക്കെ, നിനക്ക് ആവശ്യമുള്ളപ്പോൾ, അപ്പോൾ എന്ന വാക്ക് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടാണ് വെൻ യു നീഡ് ഇറ്റ് എന്നുള്ള ഫ്രേസ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നുള്ളതിന് പകരം വെൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നോട് ചോദിക്കുക എന്നുള്ളതിന് പകരമാണ് ആസ്ക് മീ എന്ന ഫ്രേസ് വന്നിട്ടുള്ളത്. അപ്പോൾ നീ ആവശ്യമുള്ളപ്പോൾ എന്നോട് ചോദിക്കുക, ആസ്ക് മീ വെൻ യു നീഡ് ഇറ്റ്. ഇവിടെ യു എന്ന സബ്ജക്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാഷ്വലായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ഫോർമലായിട്ട് യു ക്യാൻ ആസ്ക് മീ വെൻ യു നീഡ് ഇറ്റ് എന്നുള്ളത് ഭയങ്കര ഫോർമലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാവുന്നതാണ്. ഇനി അടുത്തത്, ഞാൻ പറയുന്നത് നീ എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് നീ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതും നമ്മൾക്ക് ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഒക്കെ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ്. നിങ്ങളിതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. നീ എപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? സോ നമുക്ക് ഈ സെൻറ്റൻസിനെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം: ഹാവ് യു എവർ ലിസൺ ടു മീ? ഓക്കെ, എപ്പോഴെങ്കിലും. ഡിഡ് യു എവർ ലിസൺ ടു മീ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഡിഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പെസിഫിക് ടൈമിൽ, അതായത് ഡിഡ് യു ലിസൺ ടു മീ ദെൻ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഹാവ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഇവിടെ മെൻഷൻഡ് അല്ല, എപ്പോഴെങ്കിലും എന്നാണ് പറയുന്നത്. സോ ആ സമയത്ത് നമുക്ക് ഹാവേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർബ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ഹാവ് ആണ്. അപ്പം നീ എപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാവ് യു എവർ ലിസൺ ടു മീ എന്നാകും. സോ ഈ കേട്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഹിയർ എന്നുള്ള വാക്കായിട്ട് യൂസ് ചെയ്യാനാണ് നമുക്കൊരു ഇത് വരുന്നത്. ലൈക്ക് കേട്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഹിയർ എന്നാണല്ലോ പറയുന്നത്, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരും. പക്ഷെ അങ്ങനെയല്ല. ഹിയർ എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ഫിസിക്കലി കേൾക്കുമ്പോഴാണ്. നമ്മളിപ്പോൾ ഒരാളവിടെ ബഹളം വെച്ചു, അത് ഞാൻ കേട്ടു.
അത് ഞാൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കേൾക്കും, കാരണം എനിക്ക് കേൾവി ശക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേൾക്കുന്നത്. സോ അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ ഹിയർ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കേൾക്കുന്ന, ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യത്തിന്. ലിസൺ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും പറയുന്ന കാര്യങ്ങൾ നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മൾ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ടോ എന്നല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള അർത്ഥമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ലിസൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഒരാൾ പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മൾ ലിസൺ യൂസ് ചെയ്യുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ രണ്ടും കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഹിയർ എന്നുള്ള വാക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ലിസൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യാം. നീ അവനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. നീ അവനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആവശ്യം എന്നുള്ള വാക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ നീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആവശ്യമില്ല എന്നുള്ളതിന് നമ്മൾ എങ്ങനെ പറയും എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് പല രീതിയിൽ പറയാം. അതിലൊന്നെന്ന് പറയുന്നത് ദർ ഇസ് നോ നീഡ് ടു കോൾ ഹിം എന്നാണ്. ദർ ഇസ് നോ നീഡ് ടു കോൾ ഹിം. അപ്പോൾ ദർ ഇസ് നോ നീഡ് ടു കോൾ ഹിം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നീ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ നമുക്ക് യു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. യു യൂസ് ചെയ്താലും അത് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. സോ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് മെൻഷൻ ചെയ്യേണ്ട. ഇത് ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ്. ഗ്രാമാറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് മൈറ്റ് ബി ഇൻകറക്റ്റ്, ബട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ നീഡ് ടു കോൾ ഹിം. നീ അവനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നീ ഇവിടെ വരേണ്ട ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് ടു കം ഹിയർ എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നീ അവനെ സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് ടു വിസിറ്റ് ഹിം എന്ന് പറയാവുന്നതാണ്. അപ്പോൾ അവിടെ യു എന്ന സബ്ജക്റ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതുപോലെ തന്നെ ഇത് വേറൊരു രീതിയിൽ നമുക്ക് പറയാം. യു നീഡ് നോട്ട് കോൾ ഹിം. യു നീഡ് നോട്ട് കോൾ ഹിം എന്താണ് അവിടെ അർത്ഥം വരുന്നത്? നീ അവനെ വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ സെൻറ്റൻസിന് നമ്മൾ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീഡിൻ്റെ നെഗറ്റീവായിട്ട് നീഡ് നോട്ട് എന്ന ആ യൂസേജും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നീഡിൻ്റെ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് നീഡ് നോട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അടുത്ത സെൻറ്റൻസ് ഇങ്ങനെയാണ്: അവൻ പറയുന്നത് കേൾക്കൂ. അവൻ പറയുന്നത് കേൾക്കൂ. ഇവിടെയും കേൾക്കൂ എന്ന് പറയുമ്പം ഹിയർ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധിക്കൂ എന്നുള്ള അർത്ഥമാണ് ഇവിടെ മലയാളം സെൻറ്റൻസിന് കേൾക്കൂ എന്ന വാക്കിന് വരുന്നത് അല്ലേ. അപ്പോൾ അവൻ പറയുന്നത് എന്തായാലും നമുക്ക് ചെവി കേൾക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കേൾക്കാൻ പറ്റും. ശ്രദ്ധിക്കൂ എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. അവൻ പറയുന്നത് കേൾക്കൂ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലിസൺ ടു വാട്ട് ഹീ ഈസ് സേയിങ്. ഓക്കെ, ലിസൺ ടു വാട്ട് ഹീ ഈസ് സേയിങ്. അപ്പോൾ നമുക്ക് ലിസൺ എന്ന വാക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹിയർ എന്നുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഹിയർ വാട്ട് ഹീ സേയിങ് എന്ന് നമുക്ക് യൂസ് ചെയ്താൽ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. നമുക്ക് എന്തായാലും ചെവി കേൾക്കാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ കേൾക്കാൻ കഴിയും. ശ്രദ്ധിക്കൂ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. സോ ലിസൺ ടു വാട്ട് ഹീസ് സേയിങ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൾ അവനോട് വരണ്ട എന്ന് പറഞ്ഞു. അവൾ അവനോട് വരണ്ട എന്ന് പറഞ്ഞു. ഇതെങ്ങനെ പറയാം? നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അവൾ അവനോട് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്കൊരു ടെൻഡൻസി വരുന്നത് എന്താണെന്ന് വെച്ചാൽ സെൻറ്റൻസിന് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്: ഷീ ടോൾഡ് ഹിം ഡോണ്ട് കം. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അവൾ അവനോട് പറഞ്ഞു വരണ്ട. അവൾ അവനോട് വരണ്ട എന്ന് പറഞ്ഞു എന്ന് വരില്ല. അവൻ അവളോട് പറഞ്ഞു വരണ്ട എന്നുള്ള അർത്ഥമാണ് ഷീ ടോൾഡ് ഹിം ഡോണ്ട് കം എന്ന സെൻറ്റൻസിന് അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം: ഷീ ടോൾഡ് ഹിം നോട്ട് ടു കം. വരണ്ട എന്ന് പറഞ്ഞു. ഷീ ടോൾഡ് ഹിം നോട്ട് ടു കം എന്നാണ് പറയേണ്ടത്. അതാണ് കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ. നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ചില സമയത്ത് നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് അവരുടെ അടുത്ത് എത്തണം എന്നില്ല. അപ്പം നമ്മൾ പറയുന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസാണ്: ഞാൻ ഒന്ന് പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഭയങ്കര യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. അപ്പോൾ ഈ വാക്കിന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ് എന്ന് പറയാം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. പക്ഷേ കുറച്ചുകൂടി പൊളൈറ്റ് ആവണമെങ്കിൽ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. ഓക്കെ, ഞാൻ പറയുന്നത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ദയവായി ശ്രമിക്കൂ. സോ പ്ലീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ് എന്ന് നിങ്ങൾക്ക് പറയാം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്: എന്താ കാര്യം എന്നവൻ ചോദിച്ചോ. എന്താണ് കാരണം എന്നവൻ ചോദിച്ചോ. എന്തെങ്കിലും ഒരു സംഭവം നടന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് അവൻ ചോദിച്ചോ എന്നാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇത് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്താ കാര്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വൈ യൂസ് ചെയ്യാനാണ് ഒരു ടെൻഡൻസി വരുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് വൈ അല്ല.
നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഡിഡ് ഹി ആസ്ക് വൈ? ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിന് പകരം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡിഡ് എന്ന ഓക്സിലറി വേർബാണ്. വൈ ഇവിടെ ഒരു വേർഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിന് പകരമായിട്ട് ഡിഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം വൈ എന്നുള്ളത് വെച്ച് നമ്മൾ തുടങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ചോദിച്ചോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് ഡിഡ് ഹി ആസ്ക് വൈ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് 10 വളരെ കാഷ്വൽ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ്. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കാം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കാം. അപ്പോൾ ഇത് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവായി അത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതിന് ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അതിനുശേഷം ഈ കോഴ്സ് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.